ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ECSന്റെ ഒരു ഡെസ്ക്ടോപ്പ് മദർബോർഡാണ്. അതിന്റെ കംപ്ലൈന്റ് വന്നത് നോ ഡിസ്പ്ലേ ആണ്. ജസ്റ്റ് ഫാൻ എല്ലാം സ്പിൻ ചെയ്യും, പ്രോസർ ചെറിയ വാമപ്പ് ആവും, ഡിസ്പ്ലേ എടുക്കത്തില്ല ബോർഡ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ SMPSന്റെ പിന്നിൽ ഗ്രീൻ ലൈനിൽ 5 വോൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാതെ. ഓക്കെ, ബോർഡ് ഓൺ ചെയ്യാം. ഓക്കെ, ബോർഡ് ഓൺ ആയിട്ടുണ്ട്. SMPSന്റെ ഫാൻ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാൻ കറങ്ങുന്നുണ്ട്. നമുക്ക് അതിന്റെ വോൾട്ടേജ് സെക്ഷനൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, റാമിൽ 2.5 വോൾട്ട് ഓക്കെയാണ്. നമുക്ക് റാം സ്ലോട്ടിൽ 3.3 വോൾട്ട് നോക്കണം. ഓക്കെ, 3.4 വോൾട്ട് അതും ഓക്കെയാണ്. അടുത്ത നമ്മുടെ മെമ്മറി വോൾട്ടാണ് 1. DDR4 റാമാണ്. DDR4 റാം വരുമ്പോഴത്തേക്ക് 1.2 വോൾട്ടാണ് വേണ്ടത്. 1.2 വോൾട്ട് നമുക്ക് റാമിൽ തന്നെ ചെക്ക് ചെയ്യാം, റാമിലുള്ള കപ്പാസിറ്റി തന്നെ നോക്കിയാൽ മതി. ഓക്കെ, 1.2 വോൾട്ടും ഓക്കെയാണ്. ഇതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ കോർ വോൾട്ട് ജനറേറ്റ് ആവുന്നില്ല. പ്രോസർ ചെറിയ ജസ്റ്റ് വാമപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പർ മോസ്ഫെറ്റിൽ കോർ സെക്ഷനിലെ അപ്പർ മോസ്ഫെറ്റിൽ 12 വോൾട്ട് ഉണ്ട്. ലോവർ മോസ്ഫെറ്റിൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നില്ല. കാര്യം ലോവർ മോസ്ഫെറ്റിൽ 1.2 വോൾട്ട് വരെയൊക്കെ ആകാം. അതായത് 0.800 മില്ലി വോൾട്ട് തൊട്ട് 1.2 വോൾട്ട് വരെ ആകാം. ഓക്കെ, അപ്പം ഈ ലോവർ മോസ്ഫെറ്റിൽ 1.2 വോൾട്ട് വരെ വരണം. അതായത് 0.800 മില്ലി മുതൽ മില്ലി വോൾട്ട് മുതൽ 1.2 വോൾട്ട് വരെ പ്രോസർ ഈ കോർ സെക്ഷനിൽ ജനറേറ്റ് ചെയ്യും. കാര്യം ഈ ഫേസുകളിൽ ഈ കാണുന്ന 3 കോയിലാണ് കോറിൻ്റെ ഫേസ്. ഇത് കോർ സെക്ഷനിലെ GFX കോയിലാണിത്. ഈ 3 കോയിലിനും വോൾട്ടേജ് ജനറേറ്റ് ചെയ്യണം. ഈ GFX കോയിലിനും വോൾട്ടേജ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ റാമിൻ്റെ സെക്ഷൻ ഓക്കെ, വോൾട്ട് ഓക്കെയാണ്. കോർ സെക്ഷനിലാണ് നമുക്ക് വോൾട്ട് വരാത്തത്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോർ സെക്ഷനിലെ കമ്പോണൻറ്റിലൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അത് ചെക്ക് ചെയ്യുക. അതായത് ഈ കോർ സെക്ഷനിൽ ഈ റെസിസ്റ്ററിൽ 5 വോൾട്ട് ഇൻപുട്ട് വരുന്നതാണ്. ഈ റെസിസ്റ്ററിൽ 4.9 വോൾട്ട് 5 വോൾട്ട് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആണോ നോക്കണം. ഓക്കെ, ഇതിൻ്റെ 5 വോൾട്ട് ഔട്ട്പുട്ട് കറക്റ്റാണ്. കാരണം ചില കേസിൽ ഈ റെസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ 5 വോൾട്ട് വരും, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ചിലപ്പോൾ 3 വോൾട്ട് 2 വോൾട്ടൊക്കെ ആകും. കാര്യം അതിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ കാലക്രമേണ തന്നെ ഇതിൻ്റെ വാല്യൂ മാറും. വാല്യൂ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ 5 വോൾട്ട് കൊടുത്താൽ 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ 3 വോൾട്ടേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2 വോൾട്ടേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 1 പോയിന്റ് സംതിങ്ങേ കാണത്തുള്ളൂ. ചിലപ്പോൾ 0 വോൾട്ട് ആയിരിക്കാം. അപ്പം ഇത് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഈ കോർ സെക്ഷനിൽ ഈ 5 വോൾട്ട് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത് കറക്റ്റാണ്. ഈ മോസ്ഫെറ്റ് ഓക്കെ, ഈ റെസിസ്റ്റർ ഓക്കെയാണ്.
വേറെ ഷോർട്ടോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ക്ലോസർ ഓൾറെഡി നമ്മൾ മാറ്റിയിട്ട് നോക്കിയതാണ്. ക്ലോസർ മാറ്റിയിട്ടിട്ട് സെയിം കംപ്ലൈൻ്റ് ആണ്. പിന്നെ നമ്മൾ അടുത്തത് ഇത്രയും വോൾട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ ബയോസ് ഒന്ന് ചെക്ക് ചെയ്യാം. ബയോസ് ജസ്റ്റ് സിയറായിട്ടൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബയോസ് IC. ഇതിനകത്ത് വരുന്നത് 8 MB ഫയലാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ബയോസിൻ്റെ ക്ലിയർ ചെയ്യുന്ന ജമ്പർ. നമ്മളിടയ്ക്ക് അതായത് നോ ഡിസ്പ്ലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ജമ്പർ മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് നോക്കുമല്ലോ, അതിനുവേണ്ടിയുള്ള ജമ്പറാണിത്. റീസെറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ജമ്പറാണ് ഈ കാണുന്നത്. ഇതാണ് ബയോസിൻ്റെ IC. ഇത് ബയോസിൻ്റെ 1ാമത്തെ ലെഗ്, ഇത് 8ാമത്തെ ലെഗ്. ഓക്കെ, എന്നിട്ട് സീറോയിലേക്ക് കാണാം. സിയറ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ബയോസിൻ്റെ 1ാമത്തെ ലെഗിലേക്ക് സിയറ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എന്താ ഒരു കോൺസ്റ്റന്റ് ലൈനാണ് കാണുന്നത്. ഇത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈനാണ്. കഴിഞ്ഞാൽ ഈ ബയോസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കഴിഞ്ഞാൽ ബയോസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ അവിടെ വേവ് നല്ല വ്യത്യാസം വരും. അത് കാണിക്കാം, ബയോസ് ഫ്ലാഷ് ചെയ്തിട്ട് കാണിക്കാം അത് വരുന്ന വ്യത്യാസം. ഇപ്പം ഫസ്റ്റ് ബയോസ് ഒരു 80% നമുക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ ബയോസ് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ബയോസ് ഒന്ന് മാറ്റി നോക്കാം. അതിൻ്റെ ബയോസിൻ്റെ 8ാമത്തെ പിന്നിന് വോൾട്ട് ചെക്ക് ചെയ്യും. 8ാമത്തെ പിന്നിനും വോൾട്ട് ഓക്കെയാണ്. 3.3 വോൾട്ട് ഉണ്ട്. ഓക്കെ, കാണുന്നല്ലോ വ്യക്തമായിട്ട് 3.3 വോൾട്ട് കോൺസ്റ്റന്റ് ലൈന്. ബയോസിൻ്റെ 1ാമത്തെ പിന്നെ 3.3 വോൾട്ട്. അല്ല, അത് ശരിക്കും നമുക്ക് കോൺസ്റ്റന്റ് അല്ല വേണ്ടിയത്, കോൺസ്റ്റന്റ് ആണ് ലൈൻ വരുന്നത് കാണിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം ബയോസ് ഒന്ന് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ബയോസ് പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രോഗ്രാമറാണ്. RT809F എന്ന പ്രോഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബയോസിൻ്റെ IC വരുമ്പോഴത്തേക്ക് അടുത്തുള്ള കമ്പൗണ്ടൊക്കെ സൂക്ഷിക്കണം. ചെറിയ റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ ഉണ്ട്, അതൊന്നും പറന്നു പോകാതെ സൂക്ഷിച്ചു കുരിയെടുക്കുക. ബയോസിൻ്റെ 1ാമത്തെ കാല് ഈ ഡിഫിൻ്റെ അഡാപ്റ്ററിൻ്റെ 1ാമത്തെ ലെഗ് വരുന്ന പോലെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ECSH110-m4-CH2 ഈ ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്.
അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രോഗ്രാമർ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സ്മാർട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ബയോസിൻ്റെ ചിപ്പ് ഡിക്റ്റേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഇതിനകത്ത് കിടക്കുന്ന പഴയ ഫയൽ നമ്മൾ എപ്പോൾ ബയോസ് പ്രോഗ്രാം ചെയ്താലും നിലവിലുള്ള പഴയ ഫയൽ നമ്മൾ കോപ്പി ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളെടുത്ത് ഫയൽ റീഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് സേവ് ചെയ്യുക. ഡെസ്ക്ടോപ്പിലേക്ക് ന്യൂ ഫോൾഡർ 3ലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തേക്കുന്ന ഫയൽ നമ്മൾ സെയിം ഈ മൂന്നാമത്തെ ഫോൾഡർ തന്നെ ഇട്ടേക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ആ ഫയൽ കാണിച്ചു കൊടുക്കണം. ഓപ്പൺ ചെയ്യുക. മൂന്നാമത്തെ ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്ത് ഓക്കെ, ഫയൽ സെലക്ട് ചെയ്തു, റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ IC എടുത്ത് നമ്മൾ ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. IC ഇടുമ്പോൾ ലെഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ലെഗ് മാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ വരണം. അല്ലെങ്കിൽ IC ഡാമേജ് ആവും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇപ്പം ബ്ലോവറിലാണ് IC ഇട്ടേക്കുന്നത്. IC ഇട്ടതിന് ശേഷം നമ്മൾ അയൺ കൊണ്ട് സോൾഡറിങ് കൊണ്ട് അതിൻ്റെ ലെഗൊക്കെ കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം, പിടിച്ചിട്ടുണ്ടോ എന്ന്. ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സിയറ കണക്ട് ചെയ്യണം. ഓക്കെ, സിയറയും ഡിസ്പ്ലേ എടുത്തിട്ട് കാണിക്കുന്നത് നമ്മൾ കാണിച്ചു തരാം. സിയറയുടെ പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ബോർഡ് ഓൺ ചെയ്യാണ്. ഓക്കെ, പൾസ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് വേവ് മാറി. അതായത് ഓക്കെ, ഡിസ്പ്ലേ എടുത്തു. മോണിറ്റർ ഒന്ന് കൊടുത്തു.
ബോർഡ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം ബയോസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് നോ ഡിസ്പ്ലേ ആകാം, മറ്റെന്തെങ്കിലും IC-യുടെ കംപ്ലൈൻറ്റ് ഉണ്ടാകാം, മെമ്മറിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടാകാം, റാമിൻ്റെ സ്ലോട്ട് കൊണ്ടാകാം. അപ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് ബയോസിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു.